സാർ ഈ പറയുന്ന പോലെ ഡീൻ കുര്യാക്കോസ് എം.പി. ഉണ്ടല്ലോ. അദ്ദേഹവും ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് ഈ പുതിയൊരു ഡാമിന് സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ട്, ആ നിലപാടിനോട് യോജിക്കാനൊന്നും കഴിയില്ല. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെന്നുള്ള രീതിയിലായിരുന്നു ഡീൻ കുര്യാക്കോസ് എം.പിയുടെ പ്രതികരണം. ഇത്തരത്തിൽ തന്നെയാണ് എല്ലാവരുടെയും പ്രതികരണം. പക്ഷേ അവിടുത്തുകാരുടെ പ്രതികരണം എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനിൽ ഭയമുള്ള ആളുകളുടെ പ്രതികരണമായിട്ട് നമുക്ക് തോന്നും. വളരെ വൈകാരികമായിട്ടാണ് പലപ്പോഴും തമിഴ്നാട് ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ആ വൈകാരികത ഇല്ലാത്തതാണോ, അതോ ജനങ്ങൾക്കാണോ ഈ വൈകാരികത ഇല്ലാത്തത്, അതോ രാഷ്ട്രീയക്കാർക്കാണോ? തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജനങ്ങൾ തീരുമാനിക്കുന്നത് അതാണ് അവിടുത്തെ രാഷ്ട്രീയക്കാർ നടപ്പിലാക്കുന്നത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ എന്താണ് രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നത് ആ ഭാഗത്ത് ജനങ്ങൾ സ്വന്തം പാർട്ടി നോക്കി നിൽക്കുകയാണ്. അവിടെ പാർട്ടിയൊന്നുമില്ല. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ഒരു പാർട്ടിയും ഇല്ല. ജനങ്ങൾക്ക് കാലാകാലങ്ങളിൽ എന്താണ് ആ നാടിന് ആവശ്യം എന്നുള്ളത് അവർ പറയും. അത് രാഷ്ട്രീയക്കാരുടെ അഭിപ്രായമായിട്ട് പുറത്തു വരികയും ചെയ്യും. അതാ നടക്കണം. ഇപ്പൊ തന്നെ വിജയ് എന്ത് പഠിച്ചിട്ടാണ് കേറിയുള്ളൂ. അപ്പൊ തന്നെ 152ലേക്ക് ജലനിരപ്പ് കൂട്ടാനാണ് പോണത്. എന്ത് പഠിച്ചിട്ടോ? ഒന്നും പഠിച്ചിട്ടില്ല. ജനങ്ങളുടെ വികാരം എന്താണോ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇവിടെ അങ്ങനല്ല, നേരെ റിവേഴ്സ് ആണ്. അതൊരു രാഷ്ട്രീയ കളിക്കല് തന്നെയല്ലേ വിജയം കാണിക്കുന്നത്? അല്ല, അവർക്കിപ്പോ കേരളം നശിച്ചു പോയ എന്താ? കേരളത്തെ മൊത്തത്തിൽ തന്നെ തമിഴ്നാട്ടിന്റെ ഒരു ജില്ലയാക്കി മാറ്റാം. വാട്ടർ റിസോഴ്സസ് മുഴുവനും എടുക്കാം.